ദിലീപിന്റെ വീട്ടിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ആർജവത്തോടെ തുറന്നു പറഞ്ഞയാളാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ. പ്രബലനായ എതിരാളിയുടെ മുഖംമൂടി അഴിയിക്കാൻ റിപ്പോർട്ടർ ടിവിയെ സമീപിക്കുകയായിരുന്നു ബാലചന്ദ്രകുമാർ. കേസിൽ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും ബാലചന്ദ്രകുമാറിലൂടെ പുറം ലോകമറിഞ്ഞു. നടിയാക്രമിച്ച കേസിൽ വമ്പൻ സ്രാവുകൾ പഴുതുകളുണ്ടാക്കി രക്ഷാവഴി തേടിയപ്പോൾ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി കേസിൽ സാക്ഷിയായ ആളാണ് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ. കൊടും കുറ്റവാളി പൾസർ സുനിയും ദിലീപും അടുത്ത ബന്ധമുണ്ടെന്നതടക്കം നിർണായകമായ പല വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാർ പുറം ലോകത്തെത്തിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിവരങ്ങൾ കൈമാറി. അവിടെ ജയിലെന്നുള്ള രീതിയിലായിരുന്നില്ല പുള്ളിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ്. അന്ന് ഞാൻ സാധാരണ കുറ്റവാളികളെ കാണുന്ന സ്ഥലത്ത് പോയോ അല്ല ഞാൻ കണ്ടത്. ഞാൻ സൂപ്രണ്ടിന്റെ റൂമിലാണ് പോയത്. അവിടെ സൂപ്രണ്ടിന്റെ റൂമിൽ ഒരു ഗസ്റ്റിനെ പോലെ ദിലീപേട്ട അവിടെ ഇരിക്കുകയായിരുന്നു. ഈ പൾസർ സുനി എൻ്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു പുറത്ത് പറയരുത്, അത് പറഞ്ഞാൽ എൻ്റെ ജാമ്യത്തിനെ ബാധിക്കും. ഇത് പറയാനാണ് പുള്ളി എന്നെ വിളിച്ചു വരുത്തിയത്. കാവ്യ ഉൾപ്പെടെ ജാമ്യം കിട്ടുന്നത് വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പൾസർ സുനിയെ അവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം ബാലു ആരോടും പറയരുത്, കാരണം അത് ജാമ്യം കിട്ടില്ല പുള്ളിക്ക്. ദിലീപിനെ നായകനാക്കി ഒരുക്കാനിരുന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ നടന്റെ വീട്ടിലെ അടുപ്പക്കാരനായത്. അങ്ങനെ നടിയെ ആക്രമിച്ചതിന് ശേഷം നടന്ന പല സംഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ബാലചന്ദ്രകുമാർ മാറി. ക്രൂരകൃത്യത്തിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി ഓഡിയോ സംഭാഷണങ്ങളും അനുബന്ധ തെളിവുകളും ബാലചന്ദ്രകുമാറിലൂടെ പുറം ലോകത്തേക്ക്. ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടുവെന്നും ഒരു VIP വഴിയാണ് ദിലീപിന്റെ പക്കൽ ദൃശ്യങ്ങളെത്തിയതെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയപ്പോൾ കേരളം തന്നെ ഞെട്ടി. ദൃശ്യങ്ങൾ ദിലീപ് 2017 ഈ പറഞ്ഞ നവംബർ മാസം 15-ാം തീയതി തോമസ് ചാണ്ടി സാർ രാജിവെച്ച അതേ ദിവസം മറ്റൊരാൾ അയാളുടെ കാറിൽ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ദിലീപിന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടത്തോടെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ദിലീപേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അയാൾ തിരിച്ചു കൊടുത്തത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചെന്നും പൾസർ സുനിക്ക് പണം നൽകിയിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ സധൈര്യം വെളിപ്പെടുത്തി. തന്നെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചിരുന്നതിന്റെ ഫോൺ കോളുകളുടെ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടറിലൂടെ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടു. വിചാരണാവേളയിലാണ് അദ്ദേഹം വൃക്കരോഗബാധിതനാവുന്നത്. അസുഖബാധിതനായിരിക്കെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ നീതിക്കായുള്ള പോരാട്ടം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.